ബഹിരാകാശ രംഗത്ത് ISROയും ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ബഹിരാകാശ കമ്പനിയുമായ സ്കൈറൂട്ട് എയറോസ്പേസും ചരിത്രം കുറിക്കുമ്പോൾ അയൽപ്പക്കത്ത് ചൈനീസ് റോക്കറ്റുകൾ ആകാശത്തിൽ വെടിക്കെട്ട് നടത്തുകയാണ്. പടക്കങ്ങൾ കണ്ടുപിടിച്ച രാജ്യമാണല്ലോ ചൈന. അതുകൊണ്ടാകണം ചൈനയ്ക്ക് ഇപ്പോഴും ആ ഹാങ് ഓവറിൽ നിന്ന് വിട്ടുവരാൻ കഴിയാത്തത്. വിക്ഷേപിച്ച് കൃത്യം 85 സെക്കൻഡുകൾ ചൈനീസ് സൈന്യത്തിന്റെ അതീവ രഹസ്യ ഉപഗ്രഹവുമായി കുതിച്ചുയർന്ന ആ ഭീമൻ റോക്കറ്റ് ആകാശത്ത് വെച്ച് വലിയൊരു തീഗോളമായി മാറി ദക്ഷിണ ചൈന കടലിലേക്ക് പതിച്ചു. ഇത് ശത്രുക്കൾ ആരെങ്കിലും തകർത്തതാണോ അതോ പതിവ് മെയ്ഡ് ഇൻ ചൈന ഉൽപ്പന്നങ്ങൾ അവരുടെ സ്വഭാവ ഗുണം കാണിച്ചതാണോ എന്നറിയില്ല. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ ചൈനയുടെ ഈ ഗതികേട് കണ്ട് ഊറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10-ാം തീയതി ഹൈനാൻ ദ്വീപിലെ വെൻചാങ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് ചൈനയുടെ അഭിമാനമായ ലോങ് മാർച്ച് 7A റോക്കറ്റ് കുതിച്ചുയർന്നത്. ചൈനീസ് സൈന്യത്തിന്റെ രഹസ്യ ആശയവിനിമയങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഷോങ് സിംഗ് 4B എന്ന സുപ്രധാന ഉപഗ്രഹമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ലക്ഷ്യം ഒരു പ്രത്യേക ഭ്രമണപഥം. എന്നാൽ എയറോഡൈനാമിക് സമ്മർദ്ദം നേരിടുന്ന മാക്സ് ക്യൂ ഘട്ടം പിന്നിട്ടതിന് തൊട്ടു പിന്നാലെ റോക്കറ്റിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടമാവുകയും വലിയ സ്ഫോടനത്തോടെ അത് തവിട് പൊടിയാവുകയുമായിരുന്നു. വിക്ഷേപിച്ച റോക്കറ്റിനൊപ്പം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സുപ്രധാന സൈനിക ഉപഗ്രഹവും പൂർണ്ണമായും കത്തിനശിച്ചു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒറ്റ വർഷം കൊണ്ട് ചൈന നേരിടുന്ന 4ാമത്തെ വിക്ഷേപണ പരാജയമാണിത്. ഇതിനു മുൻപ് ജനുവരിയിലും മറ്റൊരു പ്രധാന റോക്കറ്റ് സമാനമായ രീതിയിൽ പരാജയപ്പെട്ടിരുന്നു. വിക്ഷേപണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന കൊറോസിൻ ദ്രാവക ഓക്സിജൻ ഇന്ധനമായുള്ള 6 YF-100 എഞ്ചിനുകളിൽ ഉണ്ടായ തകരാറാണ് ഈ വൻ പൊട്ടിത്തെറിക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നാണക്കേട് ഭയന്ന് തകർന്നത് ഒരു സൈനിക ഉപഗ്രഹമാണെന്ന വാർത്ത പോലും ചൈനീസ് ഭരണകൂടം ഇടപെട്ട് വാർത്താ ഏജൻസികളിൽ നിന്ന് അടിയന്തരമായി നീക്കം ചെയ്യുകയുണ്ടായി. ചൈനയുടെ ബഹിരാകാശ സൈനിക മോഹങ്ങൾക്കേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്. അമേരിക്കയും ഇന്ത്യയും വെല്ലുവിളിക്കാൻ ബഹിരാകാശത്ത് സ്വന്തം സൈനിക ആധിപത്യം ഉറപ്പിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾക്കാണ് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ഈ അപകടം ചൈനയുടെ വരാനിരിക്കുന്ന പ്രധാന ബഹിരാകാശ ദൗത്യങ്ങളെയും ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് ഓഗസ്റ്റ് 24-ന് വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന ചാങ്-E-7 ലൂണാർ ദൗത്യത്തിനും ഉപയോഗിക്കുന്നത് പൊട്ടിത്തെറിച്ച ഇതേ YF-100 എഞ്ചിനുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വൻ ദുരന്തം ഭയന്ന് ചൈനീസ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ തലപൊക്കുകയാണ്. എന്തായാലും ചൈനീസ് ജനതയ്ക്ക് കമ്പക്കെട്ട് കാണണമെങ്കിൽ ചൈന ഏതെങ്കിലും റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ മാനത്തോട്ട് നോക്കിയിരുന്നാൽ മതി. ഫ്രീ ആയിട്ട് ആകാശം കുലുക്കുന്ന വെടിക്കെട്ട് ചൈന തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കും. അതിർത്തിക്ക് അപ്പുറത്തുള്ള രാജ്യങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്താനും അവരെ ഭയപ്പെടുത്താനും ചൈന നടത്തുന്ന നീക്കങ്ങൾക്ക് കിട്ടിയ വലിയൊരു പ്രഹരം കൂടിയാണ്. വിക്ഷേപിച്ച റോക്കറ്റ് തകർന്നത് ആരുടെയെങ്കിലും സൈബർ അട്ടിമറി കൊണ്ടാണോ അതോ സ്വന്തം സാങ്കേതിക വിദ്യയുടെ മികവ് കൊണ്ടാണോ എന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും വിലക്കുറവും ഗുണനിലവാരമില്ലായ്മയും മുഖമുദ്രയായ മെയ്ഡ് ഇൻ ചൈന സാങ്കേതിക വിദ്യകൾ ബഹിരാകാശത്തും വലിയൊരു ദുരന്തമായി മാറുന്നു എന്നത് ലോകത്തെ നൽകുന്ന ആശ്വാസം ചെറുതല്ല. മിസ്റ്റർ സിസ്റ്റം